പലപ്പോഴും കണ്ണ് നനയാതെ നമുക്ക് ഹൃദയം വിങ്ങാതെ ആ കാഴ്ചകൾ കണ്ടു നിൽക്കാനാവില്ല. അവരോരോരുത്തരും നമ്മളുടെ ആരൊക്കെയോ ആയിത്തീർന്ന ദിവസങ്ങളാണ്. അന്ന് ദുരന്തമുണ്ടായ സമയത്തും പിന്നീട് പലതവണയും ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവരും കണ്ണീരും വേദനയും സന്തോഷവും എല്ലാം നമ്മുടേത് കൂടിയാണ്. പലപ്പോഴും അവിടെ ചെന്ന് ചില മനുഷ്യരെ കാണുമ്പോൾ നമ്മളറിയാതെ കണ്ണീരും പുഞ്ചിരിയും കൊണ്ടാണ് അവർ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. എല്ലാം അറിയാവുന്നവരല്ലേ നിങ്ങൾ എന്ന് അവർക്ക് തന്നെ തോന്നുന്നത് പോലെ അവരുടെ കുടുംബത്തിലെ ഒരു കൂടപ്പിറപ്പായിട്ടാണ് നമ്മൾ അവരോട് നിൽക്കുക എപ്പോഴും. പക്ഷെ പലപ്പോഴും ഈ ദുരന്തം വേണ്ടി വരുന്നോ നമുക്ക് മനുഷ്യത്വം ഉണ്ടാവാൻ എന്നൊരു ചോദ്യമാണ് ഈ വയനാട് ദുരന്തവും അവശേഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദുരന്തത്തിൽ മാഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഇന്നവർ ഒത്തുകൂടുകയാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും മേപ്പാടി പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടക്കുന്നു. മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദീഖ്, KM ഷാജി എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ നിന്ന് അതിജീവിതർക്ക് ഹൃദയഭൂമിയിലേക്ക് വരാൻ 2 KSRTC ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട്. സിനോജ് തോമസും ദീപക് മോഹനും ഷഹദ് റഹ്മാനും ഉണ്ട് നമുക്കൊപ്പം. ആദ്യം ദീപക്കിലേക്ക്. ദീപക് മോഹൻ ഇപ്പോൾ ടൗൺഷിപ്പിലാണ്. അവിടെ പുഷ്പാർച്ചന നടക്കുന്നു. നല്ല മഴയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷഹദ് പുത്തുമലയിൽ ഹൃദയഭൂമിയിലുണ്ട്. സിനോജ് ഇപ്പോൾ ദുരന്തം ഒന്നും ബാക്കി വയ്ക്കാതെ പോയ ചൂരൽമലയിലുണ്ട്. ആദ്യം ദീപക്കിലേക്ക്. ദീപക്, വെരി ഗുഡ് മോർണിംഗ് ദീപക്. വീണ്ടും ജൂലൈ 30 ഒരു മഴ സമയം ഈറനണിഞ്ഞ് നിൽക്കുകയാണ്. ഓർമ്മകൾക്കും കണ്ണീര്, പ്രകൃതിക്കും കണ്ണീര്, അല്ലേ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. 2 വർഷം കഴിഞ്ഞിട്ടും ആ കറുത്ത പുലരിയുടെ ഓർമ്മകൾ ഇന്നും മായുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 2024 ജൂലൈ 30 ഇതുപോലൊരു പുലരിയിലാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ എത്തിയത്. അന്ന് കണ്ട് വിറങ്ങലിച്ചു പോയ ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ അന്ന് ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ടൗൺഷിപ്പിലെ കുടുംബങ്ങൾ. ദുരന്തബാധിതരായ ആളുകൾ അതിജീവനത്തിൻ്റെ പാതയിലാണിന്ന്. അവരെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്കാണ് മാറ്റി പാർപ്പിച്ചത്. ഇന്നിപ്പോൾ ഈ 298 ആളുകളുടെ ജീവനാണ് അന്ന് ദുരന്തത്തിൽ പൊലിഞ്ഞത്. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ടൗൺഷിപ്പിൽ താമസിക്കുന്ന ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ദുരന്തബാധിതരായ ആളുകൾ ഇവിടെ പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. അതിനുശേഷം ജില്ലാ ഭരണകൂടം പ്രത്യേകം ഒരുക്കിയ KSRTC ബസ്സിലായിരിക്കും ഹൃദയഭൂമിയിലേക്ക് പോകുക. പുത്തുമലയിലെ ഹൃദയഭൂമിയിലാണ് ഇവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉറങ്ങുന്ന സ്ഥലം. ആ ഭാഗത്ത് അവിടെ എത്തി അവിടെയും പുഷ്പാർച്ചന നടത്തും. അതോടൊപ്പം സർവ്വമത പ്രാർത്ഥനയും നടത്തുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും പ്രത്യേക അനുസ്മരണ യോഗമുണ്ടാവുക. അന്ന് ദുരന്തത്തിൽ പ്രധാനമായും ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ T സിദ്ദീഖ് MLA, അതായത് ഇന്നത്തെ കൃഷിമന്ത്രി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദുരന്തത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ സജീവമായി തന്നെ ഇടപെട്ട ജനപ്രതിനിധിയായിരുന്നു T സിദ്ദീഖ് MLA. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ ഒരു ഫ്ലെക്സ് ഇന്നലെ തന്നെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു. ആ ഫ്ലെക്സിന് മുൻപിലുള്ള നിറഞ്ഞ തിരികെത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിലാണ് ഇപ്പോൾ പുഷ്പാർച്ചനകൾ നടക്കുന്നത്. 2 വർഷം മുൻപുണ്ടായ ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഇവരെ വേട്ടയാടുന്നുണ്ട്. ഇത്തരത്തിൽ ദുരന്തമുണ്ടായി ശാരീരികമായ അസ്വസ്ഥതകളുള്ളവരൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. അവരാണ് വീണ്ടും ഒരു ഓർമ്മകളിലേക്ക് തിരികെ മടങ്ങുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. ഈ ടൗൺഷിപ്പിലാണ് ഇത്തരത്തിലൊരു പുഷ്പാർച്ചന ചടങ്ങ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് പുലർച്ചെ ഈ ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ ചൂരൽമലയിലേക്ക് പോയ സമയത്ത് നിരവധി ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ ഇന്നിവിടെ കാണുമ്പോൾ നമുക്ക് അന്നത്തെ ആ ഒരു ദിനം ഓർമ്മ വരും. എന്നോടൊപ്പം ഈ ചൂരൽമലയിൽ അന്ന് നമ്മൾ രാവിലെ ദൗത്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിയിരുന്ന സമയത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ചേരുന്നുണ്ട്. അന്നിപ്പോൾ പുലർച്ചയോടുകൂടി ഞാനവിടെ എത്തിയ സമയത്ത് നിങ്ങളെയൊക്കെ തന്നെ കണ്ടിരുന്നു. ചെടിയിലൊക്കെ കുളിച്ചു വരുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അവിടെ നിന്നൊക്കെ മാറി ടൗൺഷിപ്പിലേക്ക് എത്തി പുതിയൊരു ജീവിതത്തിൻ്റെ ചെറിയൊരു സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് എനിക്കിപ്പോൾ. നിങ്ങൾ അവിടെ നിന്ന് എത്ര ആളുകളാണ് അവിടെ നിന്ന് ക്യാമ്പിലേക്ക് മാറിയത് തുടക്കത്തിലാണ്? അന്ന് എൻ്റെ ഒപ്പം ഉണ്ടായത് 22 പേരാണ്. അവരാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. ബാക്കി 5 പേര് അതൊന്ന് പോയത്, നഷ്ടപ്പെട്ടു പോയതാണ്. അതിലെ ഉൾപ്പെട്ടതാണ് നീതുവൊക്കെ. നീതുവിൻ്റെ വീട് നേരെ എതിർഭാഗത്തായിരുന്നല്ലേ? നീതുവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു? റൂമിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ബെഡ്റൂമിലായിരുന്നു. അവൾക്ക് ഞങ്ങളപ്പോൾ എണീറ്റ് ഓടി വരാനുള്ള ഒരു ഇത് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഡൈനിങ് ഹാളിലായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത്. അരുൺകുമാർ, ചൂരൽമല സ്വദേശിയായ ബൈജു ആണ് ഇപ്പോൾ നമ്മളോട് അന്നത്തെ ഒരു അനുഭവം പങ്കുവച്ചത്. അതുപോലെ തന്നെ ബിജോയി ഉണ്ട്, ഇവിടെ അനീഷും സയനയും ഉണ്ട്.
നിരവധി ആളുകൾ നമ്മൾ അറിയുന്ന അന്ന് ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇന്നിപ്പോൾ ഈ പുഷ്പാർച്ചനയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദീപക്, ഈ ഇപ്പോൾ പുഷ്പാർച്ചന സമയത്തിനുള്ളിൽ ഇവിടെ എനിക്ക് തോന്നുന്നു അവിടെ എല്ലാവരും ദുഃഖത്തോടെ നിൽക്കുന്നു. ടൗൺഷിപ്പിൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രാർത്ഥനകൾ നിൽക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവർ തങ്ങളോടൊപ്പമില്ല ഈ ടൗൺഷിപ്പിലേക്ക് എത്താൻ അവരുടെ ഓർമ്മകളിൽ വിരുമ്പി നിൽക്കുകയാണ്.